ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായ ശക്തി പ്രാപിച്ചതാണ് ഈ മഴയ്ക്കൊക്കെ കാരണം. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. രാഹുൽ ജി നാഥ് ഈ കാലാവസ്ഥ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകും. രാഹുൽ, തിരുവോണത്തിന് തെളിയുമോ? എന്തായാലും തിരുവോണത്തിന് മഴ പെയ്യുമോ, മഴയിൽ മുങ്ങിപ്പോകുമോ എന്ന ആശങ്കയാണ് കുറച്ച് ദിവസങ്ങളായി മലയാളികൾക്കുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ കാറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ മഴ കൂടി വന്നാൽ ഓണം വെള്ളത്തിലാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. എന്തായാലും ഓണത്തിൽ മഴ പെയ്താൽ അത് കച്ചവടക്കാർക്കുൾപ്പെടെ, കച്ചവടം കുറയുന്നതുൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും മഴയുടെ ലക്ഷണം ഇപ്പോൾ എന്തായാലും ഇല്ല. 2 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. നിലവിൽ എന്തായാലും മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലുമാണ് അലർട്ടുകളുള്ളത്. അത് ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലർട്ടുകൾ മാറാൻ സാധ്യതയുണ്ട്. നേരത്തെ മാവ് സൂചിപ്പിച്ചതുപോലെ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയാൽ അതിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴ മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അന്തരീക്ഷമെങ്കിലും മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.